ഹലോ, ഹാപ്പി ഓണം. ഓണം കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതെങ്കിലും ഞങ്ങളോട് ഒരുപാട് പേര് പറഞ്ഞു നിങ്ങൾ ഒന്നിച്ചിട്ടുള്ള ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാമെന്ന്. പക്ഷേ ഇത് പോസിബിൾ ആവുമെന്ന് ഞാൻ എപ്പോഴും ആലോചിക്കും. കാരണം എപ്പോഴും എന്തെങ്കിലും തിരക്കും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റാറില്ല. ആൻഡ് ഈ ഓണം ഞങ്ങൾക്ക് കുറച്ച് സ്പെഷ്യലാണ്. കാരണം ഈ ഓണം ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്തത് ഞങ്ങളുടെ പുതിയ വീട്ടിലാണ്, അതായത് ചേരാനല്ലൂർ. കുറേ നാളായിട്ട് ഞങ്ങൾ നോർത്തിലും നമ്മുടെ കുമ്പളങ്ങിയിലൊക്കെ ആയിട്ടാണ് ഓണം ആഘോഷിക്കുന്നത്. അപ്പോൾ എൻ്റെ അപ്പയും അമ്മയും പുതിയ വീട് വെച്ച് ചേരാനല്ലൂർ മാറിയതിന് ശേഷം ഉള്ള ഒരു ഓണമാണ്. അപ്പോൾ ഈ ഓണം ഞങ്ങൾക്ക് കുറച്ച് സ്പെഷ്യലാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ അവിടെ കൂടാനാണ് തീരുമാനിച്ചത്. അപ്പോൾ ഞങ്ങൾക്ക് വേറെ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. കാര്യം സദ്യയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണമെന്നുള്ള ടെൻഷനൊന്നും ഉണ്ടായില്ല. ഇത്തവണ ഫുൾ ഓർഡർ ആക്കാമെന്ന് വിചാരിച്ചു. എന്നാലല്ലേ കുറച്ച് ഫ്രീ ആയിട്ടൊക്കെ നിന്ന് നമുക്ക് വർത്താനവും കാര്യങ്ങളും പിന്നെ എന്താ പറയുക അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അത് കാരണം ഞാനിന്ന് മൊത്തത്തിൽ ഫ്രീ ആയതുകൊണ്ട് എന്തുകൊണ്ട് നമുക്കൊരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്തുകൂടാ എന്ന് ചോദിച്ചു. എന്നാൽ പിന്നെ ഓക്കെ നമുക്ക് ചെയ്യാമെന്ന് കരുതി. അങ്ങനെ ജോക്കുട്ടനും കൂടെ വന്നു. സാധാരണ അവന് കുറച്ച് മടിയൊക്കെ ഉള്ളതാണ്, പക്ഷേ ഇപ്പോഴായി പിന്നെ ആൾക്ക് ക്യാമറയുടെ മുന്നിൽ വരാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഡെയിലി എന്നോട് സെൽഫി എടുക്കാനൊക്കെ ചോദിക്കും. അതാണ് ഭയങ്കര ഇഷ്ടമാണ്. ഒരുക്കുന്നതൊക്കെ ഭയങ്കര ഇതാണ്. അപ്പോൾ നിച്ചുവിനും അങ്ങനെ തന്നെയാണ്. ഞാൻ എപ്പോഴും നന്നായിട്ട് ഒരുങ്ങി മേക്കപ്പൊക്കെ ചെയ്ത് സുന്ദരിയായിട്ട് പോകണമെന്നാണ് പറയാറ്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും കുറച്ച് ശ്രദ്ധിക്കാറുണ്ട് ഞാൻ മേക്കപ്പൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഒരേപോലെ എന്നല്ല, ഞങ്ങൾ രണ്ടുപേരും ഏകദേശം ബ്ലൂ കളർ തന്നെയായിരുന്നു. ആ ഒരു കോമ്പിനേഷൻ പ്ലാൻ ചെയ്തല്ല, പക്ഷേ അങ്ങനെ കിട്ടി. ജോക്കുട്ടനൊരു റെഡ്, ഈ ഒരു ജുബ്ബ് കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു 2 വർഷം മുന്നേ ഞാൻ ഇവനെടുത്തതാണ്. പക്ഷെ അന്ന് ഭയങ്കര ലൂസായിരുന്നു. അപ്പോൾ ഞാനിത് എടുത്ത് മാറ്റി വെച്ചു. പക്ഷേ ഇപ്പോൾ കറക്റ്റായിട്ട് അവന് ഫിറ്റായി. പിന്നെ ഞങ്ങൾക്ക് ഇന്നത്തെ ദിവസം കുറേ പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നു. കുറേ വീഡിയോസ് എടുക്കണം. നമ്മൾ സ്പെഷ്യലായിട്ട് ഒരുങ്ങുന്നു എന്നുള്ളൊരു പ്ലാനിങ് ഉണ്ടായിരുന്നത് കൊണ്ട് നമുക്ക് കുറേ വീഡിയോ ഒക്കെ എടുക്കണം. പക്ഷേ ഗെറ്റ് റെഡി വിത്ത് മീ പെട്ടെന്നുള്ള ഒരു സംഭവമായിരുന്നു. അങ്ങനെ ഓൾമോസ്റ്റ് ഒക്കെ സെറ്റായി കഴിഞ്ഞതാ എനിക്ക് പൊട്ടൊക്കെ കുത്തിയിട്ട് വന്നു. പൊട്ട് ഭയങ്കര വീക്ക്നെസ്സാണ്. നമ്മൾ ദർശന ആ മൂവിയിൽ പറയില്ലേ, പൊട്ടിൽ വീഴാത്ത കേരളത്തിലെ ചെറുക്കന്മാരില്ല എന്ന് പറയുന്ന പോലെ പൊട്ട് ഭയങ്കര ഒരു വീക്ക്നെസ്സാണ്. എന്താണെന്നറിയില്ല, പൊട്ട് കുത്തുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് അല്ലേ. അങ്ങനെ പൊട്ടൊക്കെ കുത്തി. പിന്നെ മുടി ഞാൻ കാര്യമായിട്ടൊന്നും കെട്ടിയില്ല, ജസ്റ്റ് ഒന്ന് അഴിച്ചിടുകയാണ് ചെയ്തത്. അങ്ങനെ ഓൾമോസ്റ്റ് ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങൾ പറയണം എങ്ങനെയുണ്ട്, പിന്നെ സജഷൻസൊക്കെ എപ്പോഴും വേണം, എന്ത് ടൈപ്പ് വീഡിയോസാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നതെന്നൊക്കെ. അപ്പോൾ എങ്ങനെയുണ്ട് ഞങ്ങളുടെ ഈ ലുക്ക്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതാണ് ഞങ്ങളുടെ കുഞ്ഞു ഗെറ്റ് റെഡി വിത്ത് മീ. കുറേ എന്താ പറയുക അപാകതകളൊക്കെ ഉണ്ടാവും. ഞങ്ങൾ പഠിച്ചു വരല്ലേ ഉള്ളൂ. നിങ്ങൾ സജഷൻസൊക്കെ തരാം. ഓക്കെ, അപ്പോൾ ഫുഡ് അടിയിലോട്ട് കിടന്നാലോ? നിങ്ങൾ വിചാരിക്കും സദ്യയാണെന്ന്. സത്യം പറയാമല്ലോ, സദ്യയോട് വലിയ താല്പര്യമില്ലായിരുന്നു. ഓണത്തിൻ്റെ പോലും ചെറിയൊരു മടി ഉണ്ടായിരുന്നു. പക്ഷേ സദ്യക്ക് പകരം ഞങ്ങൾ പല രീതിയിലുള്ള വെറൈറ്റീസ്, അതായത് ചിക്കൻ ബിരിയാണി, ബീഫ് ബിരിയാണി, ഫ്രൈഡ് റൈസ്, ഗീ റൈസ്, പിന്നെ ഫിഷ് ഐറ്റംസ് എന്ന് പറയാനായിട്ട് എന്താണ് ചെമ്മീൻ ഫ്രൈ, അതുപോലെ കക്ക ഫ്രൈ, പിന്നെ മീനുലർത്ത്, പിന്നെന്താ ചിക്കനിൽ തന്നെ ചിക്കൻ 65, അങ്ങനെ കുറേ ഐറ്റംസ്. പിന്നെ അത് കഴിഞ്ഞ് നേരെ ലുലു മോളിലേക്ക് വിട്ടു. ആക്ച്വലി 420 ഒരു മൂവി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ജോക്കുട്ടൻ്റെ ഈ ഒരു കളി മസ്റ്റാണ്. പിന്നെ കാർഡിൽ കഴിഞ്ഞ തവണ കുറച്ച് ആഡ് ചെയ്ത പൈസ ബാലൻസും ഉണ്ടായിരുന്നു. ഇത്തവണ ഒരു ഓഫറും ഉണ്ടായിരുന്നു. ഓഫർ എന്ന് പറഞ്ഞാൽ 2000 സംതിങ്ങിന് എന്തോ ചെയ്ത് നമുക്ക് 4000+ എന്തോ കിട്ടും എന്ന് പറഞ്ഞാലും അങ്ങനെ ചെയ്തത് കാരണം ലാവിഷായിട്ട് കളിക്കാമെന്ന് കരുതി ജോക്കുട്ടൻ അങ്ങോട്ട് ഓടിക്കയറുകയായിരുന്നു. ജോക്കുട്ടൻ മാത്രമല്ല കേട്ടോ, ജോക്കുട്ടൻ്റെ 2 അമ്മാമ്മമാരും ജോക്കുട്ടനേക്കാളും മത്സരിച്ചായിരുന്നു അവിടെ ഗെയിമിങ്ങും. ഭയങ്കര സന്തോഷമാണ് അവർക്ക്. എന്താ പറയുക, ഈ ഒരു ഗെയിമിലൊക്കെ കയറുക, കുറേ പോയിൻറ്റ്സ് കിട്ടുക. ഈ കളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ശരിക്കും എന്നോട് പറയാം, ഞങ്ങൾ അങ്ങനെ കളിച്ചു ഇങ്ങനെ കളിച്ചു, ഞങ്ങൾക്ക് കുറേ പോയിൻറ്റ്സ് ഒക്കെ കിട്ടി. അങ്ങനെ ശരിക്കും ഇതൊരു നല്ലൊരു ദിവസമായിരുന്നു പറയുകയാണെങ്കിൽ. കാരണം നമ്മൾ ഫാമിലി ആയിട്ടൊക്കെ ഒന്നിച്ച് പോയി ഫുഡൊക്കെ കഴിച്ചു. അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ അവർക്ക് വേണ്ടി ചെയ്യുക, അവരെ ഹാപ്പി ആക്കുക എന്നുള്ളത് എല്ലാവർക്കും അല്ലേ. അപ്പോൾ ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞ ആ ഒരു ദിവസം ഞങ്ങൾ ശരിക്കും നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. നല്ല ഫുഡ് കഴിച്ചു, ഒരുപാട് സന്തോഷിച്ചു. പിന്നെ പ്രത്യേകം പറയേണ്ടത്, ഞങ്ങൾ ലാലേട്ടൻ്റെ ഹൃദയപൂർവ്വം എന്ന് പറയുന്ന മൂവിയാണ് ഞങ്ങൾ കണ്ടത്. ഒരു നല്ല ഫാമിലി ഫീൽ ഗുഡ് മൂവിയായിരുന്നു. ശരിക്കും ഇഷ്ടപ്പെട്ടു. കുറേ നാളിന് ശേഷം ഈ എന്താ പറയുക നമ്മളുടെ ഫാമിലീസായിട്ടൊക്കെ പോകുമ്പോൾ അവർക്ക് ഈ വയലൻസ് ഉള്ള മൂവീസൊന്നും ഒട്ടും ഇഷ്ടമല്ല.
നമ്മൾ പിന്നെയും കുറച്ചൊക്കെ കണ്ടിരിക്കും, പക്ഷെ അവർക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാറില്ല അങ്ങനത്തെ മൂവീസ്. അപ്പോൾ അവർ കണ്ടിറങ്ങിയപ്പോൾ എന്താ പറയുക, അവർക്ക് ഭയങ്കര ഇഷ്ടമായി, സന്തോഷമായി എന്ന് പറഞ്ഞു. ജോക്കുട്ടനാണെങ്കിൽ എന്നോട് പറഞ്ഞു ഞാൻ ഫസ്റ്റ് അടിച്ചമ്മ, എനിക്ക് ഫസ്റ്റ് കിട്ടി എന്നൊക്കെ പറഞ്ഞു. സോ ഭയങ്കര സന്തോഷമുണ്ട്. ഈ ഒരു ദിവസമൊക്കെ നമുക്ക് നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റി. ജോക്കുട്ടൻ ജയിച്ചതിനുള്ള സന്തോഷമാണ്. അമ്മമാർ പൊളിച്ച്